சுழலுதே உன்னை பார்த்ததாலே தங்க முருகுதே அங்கம் கரையுதே வெக்கமுடையுதே முத்தம் தோடருதே சொக்கித்தானே போகிறேனே நானும் கொஞ்ச நாளா சந்திக்கிற பொழுது அன்பு கதை பேசி பேசி விடியுது இரவு ஏழு கடல் தாண்டித்தான் ஏழுமலை தாண்டித்தான் என் கருத்து மச்சா கேட்டா ஓடி வரும் மனசு நாம சேர்ந்து வாழும் காட்சி ஓட்டி பார்க்கிறேன் விட்டு எங்கையோ வேற இருந்து நிக்கிறேன் கூடு தந்த கிளி பெண்ணை உன்னாலதான் வாழுறேன் கூறப்பட்ட சேலை தான் வாங்கி சொல்லி கேட்கிறேன் கூடு விட்டு கூடு பாயும் காதலால சுத்துறேன் கடவுள் கிட்ட கருவற கேட்டு உன்னை சுமக்கவா
എങ്ങനെയുണ്ടായിരുന്നു പാടിയിട്ട്? വെയിൽ എന്ന മൂവിയിലെ സോങ് ശങ്കർ മഹാദേവൻ ആൻഡ് ശ്രേയ ഘോഷൽ ചേർന്നിട്ട് പാടിയതാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് പാടുമ്പോഴേക്കും ആ ഒരു ഫീല് ഓഡിയൻസ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടലി എങ്ങനെയുണ്ടായിരുന്നു പാടിയിട്ട്? ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. രഞ്ജിനി ഒത്തിരി സപ്പോർട്ട് ചെയ്തു ജീവനെ. ശരിക്കും ജീവൻ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ്. ജീവൻ വർത്താനം പറയണ കേൾക്കണമെങ്കിൽ ഒന്ന് അടുത്ത് പോയിരുന്നിട്ട് 2 പ്രാവശ്യം കേൾക്കണം. അപ്പോൾ ജീവന് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ജീവനിൽ പാടണം എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഹി ഡിഡ് ദാറ്റ്. യെസ്. അപ്പോൾ എന്തായാലും താങ്ക് യു രഞ്ജിനി. ഇനി നമുക്ക് ചോദിക്കാം അല്ലേ ജഡ്ജസിനോട്. എംഎസ്വി സർ നന്നായി പാടി, വെരി ഗുഡ്. അടുത്ത പടത്തോട് ചാൻസ് പാടാൻ. വാവ് ജീവൻ. ജീവൻ രഞ്ജിനി. ഓക്കെ, ഓർമ്മ വെച്ചിട്ട് നെക്സ്റ്റ് പിക്ചർ ഓർമ്മ പറയാം കേട്ടോ. അങ്ങനെ ഒരു സിംഗ് വിത്ത് പ്ലേ ബാക്ക് സിംഗർ റൗണ്ടിൽ വരുമ്പോൾ ഇങ്ങനത്തെ പേർക്സ് ഉണ്ടാവും ഞാൻ അറിഞ്ഞില്ല. എക്സാക്ട്ലി. കാരണം ഒരു വളരെ ഒട്ടും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ആണ് ഇപ്പൊ ശരിക്കും വന്നിരിക്കുന്നത്. ഞാൻ അതിനു മുമ്പ് MSV സാറിന് മുമ്പിൽ പാടിയിട്ടില്ല. ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം. വലിയൊരു പ്രിവിലേജ് ആണ് സാറിന് മുമ്പിൽ പാടാൻ കഴിയുന്നത്. യെസ്, എന്തായാലും നല്ലൊരു കമന്റ് കിട്ടി. ഇതിനപ്പുറം ജീവന് നമ്മുടെ അൾട്ടിമേറ്റിന്റെ സൂപ്പർ സ്റ്റാർ ദി അൾട്ടിമേറ്റിന്റെ വേദിയിൽ ഇതിനപ്പുറം ഒരു കമന്റ് കിട്ടാനില്ല അല്ലേ? ഓക്കെ, ഇനി അടുത്ത ജയചന്ദ്രൻ സാറിനോട് ചോദിക്കാം. ജയചന്ദ്രൻ സർ മ്യൂസിക്കാരൻ GV പ്രകാശ് കുമാർ. ഓ, GV പ്രകാശ്, നെവ്യൂ ഓഫ് AR റഹ്മാൻ. പാടിയത് ശങ്കർ മഹാദേവൻ സാർ, ശ്രേയ ഘോഷൽ. നല്ല പാട്ടാണ്, നല്ലൊരു രസം. നന്നായിട്ട് പാടി, രണ്ടുപേരും നന്നായിട്ട് പാടി, വളരെ നന്നായിട്ട് പാടി. സാറ് അടുത്ത പടത്തിൽ ചാൻസ് തരും. എനിക്ക് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് സാറിൻ്റെ പാട്ടാണ്. എനിക്ക് ആദ്യത്തെ അവാർഡ് കിട്ടിയത്, അവാർഡ് എന്ന് പറഞ്ഞ സിനിമ സുപ്രഭാതത്തിനാണ് എനിക്ക് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ്. 1972, 73 എനിക്ക് അവാർഡ് കിട്ടിയത്. 72 ബെസ്റ്റ് സിംഗറായിട്ട് കിട്ടിയത് സുപ്രഭാതത്തിനാണ് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ്. എനിക്ക് അവാർഡ് എന്ന് പറഞ്ഞാൽ ആദ്യം കിട്ടിയ സാറിൻ്റെ അതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഓർക്കണം ആദ്യമായി പാടാൻ പോയതും സാറിൻ്റെ അടുത്ത് പോയി പാടിയതും. അതുപോലെ ഞാൻ പേടിച്ചായിരുന്നു, വളരെ പേടിച്ച്. പക്ഷേ അന്നത്തെ കാലം എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ഓർക്കസ്ട്രയുടെ നടുവിൽ സാറുണ്ടാവും. നമുക്ക് അവിടെ ഇത്രയും ഓർക്കസ്ട്രയുടെ നമുക്ക് പാട്ട് പറഞ്ഞുതരാം. വളരെ പേടിച്ച് നമ്മൾ ചെന്നിരുന്നു ആ കാലമൊക്കെ. അതൊരു കാലമായിരുന്നു. അന്നത്തെ സാറിപ്പോഴും തയ്യാറാണ്. ഇപ്പോൾ ഒരു കർച്ചീഫൊക്കെ കഴുത്തിൽ വെച്ചിട്ട് ഇപ്പോഴും കണ്ടക്ട് ചെയ്യണം സാറ്. റെക്കോർഡ് ചെയ്യാൻ തയ്യാറാണ് ഇപ്പോൾ സാറ്. ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുക. അതൊരു വലിയൊരു കാലം. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഞാൻ പലരെ കൊണ്ട് കാണിച്ചിട്ടുണ്ട് സാറിൻ്റെ റെക്കോർഡിങ്. പിന്നെ വേറൊരു സാറിൻ്റെ ഒരു പ്രത്യേകത, റീ റെക്കോർഡിങ്ങിന് ഈ നൊട്ടേഷൻ എഴുതുന്ന പരിപാടിയില്ല. മറ്റേ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ഈ റീ റെക്കോർഡിങ് റീല് കണ്ടിട്ട് നൊട്ടേഷൻ എഴുതിയിട്ടാണ് ഓരോ പടത്തിൻ്റെ റീ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ പടം കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കില്ലേ, അതിനാണ് പറയാം. സാറിൻ്റെ മാത്രം അത് വേണ്ട. ഈ പടം റീലിട്ട് കഴിഞ്ഞാൽ ഉടനെ അവർ ഇൻസ്ട്രുമെൻ്റ് അപ്പം തന്നെ പറഞ്ഞു കൊടുത്തിട്ട് ഓരോ പാർട്ട് പറഞ്ഞു കൊടുത്തിട്ട് സാർ പുറത്തേക്ക് പോകുമ്പോഴേക്കും അവർ കണ്ടക്ട് ചെയ്ത് വായിച്ച് കഴിയുമ്പോഴേക്കും കറക്റ്റ് റീൽ കഴിയും. എല്ലാം മൈൻഡിലാണ്. എന്തായാലും നിങ്ങൾ വളരെ നന്നായിട്ട് പാടി കിട്ടിപ്പറ്റാം. താങ്ക് യു ജയചന്ദ്രൻ സർ. ജയചന്ദ്രൻ സർ, ആ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആ ഗാനത്തിന്റെ ഒരു 2 വരി നമുക്ക് ഈ ഒരു എപ്പിസോഡ്. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ജ്യോതിർമയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. താങ്ക് യു സോ മച്ച് ജയചന്ദ്രൻ സർ. സോ ഇനി നമുക്ക് അല്ല, സാറിൻ്റെ കണ്ണുനീർ തുള്ളിയുണ്ട്. കണ്ണുനീർ തുള്ളി സാറിൻ്റെ പാടിയതാണ്. ഒരുപാട് പാട്ട്, ആ പടത്തിലെ എല്ലാ പാട്ടും ഹിറ്റാണ്. പടം ഹിറ്റായിരുന്നു. പണി തീരാത്ത വീട്. കണ്ണുനീർത്തുള്ളിയുടെ ആ ഒരു 2 ലൈൻ നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ ഇവിടെ? കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം.
താങ്ക് യു സോ മച്ച് സർ. ഇനി നമുക്ക് ശരത് സാറിലേക്ക് പോകാം. ശരത് സർ. ജീവൻ നന്നായിരുന്നു. ജീവൻ രഞ്ജിനി നന്നായിരുന്നു. രഞ്ജിനി താങ്ക് യു ശരത് സർ. നന്നായിരുന്നു. അത് പറയേണ്ട ആ പാട്ട് തരേണ്ട ഒരു വികാരം ഉണ്ടായിരുന്നു പാടുമ്പോൾ. അതാണല്ലോ വേണ്ടത്. പിന്നെ നീത ഇറുക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ രഞ്ജിനിയെ നോക്കുന്ന കണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ആ പാൻ്റ് ഒന്ന് ഇറുകിയിരുന്നെങ്കിലെന്ന്. അപകടം സ്റ്റേജിലാണ് കേട്ടോ ജീവൻ നിൽക്കുന്നത്. എവിടെ കൊണ്ട് വെച്ചേക്കുന്നത് ഈ സാധനം? ഇത്ര ചെറിയ പാൻറ് കിട്ടുമോ എനിക്കറിഞ്ഞൂടാ. ഞങ്ങളുടെയൊക്കെ നെഞ്ചത്ത് പോലെ പാൻസ് കേട്ടോ. ഫാഷൻ കയറി കയറി. ഇത് ലോ ഒന്നും അല്ലടോ, അതിനേക്കാളും താഴെയാ. ലോയ്ക്കൊക്കെ ഒരു ലിമിറ്റില്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ മോനെ നന്നായി. അപ്പോൾ സാറിൻ്റെ വായിൽ നിന്ന് തന്നെ ഒരു ചാൻസ് തരാമെന്ന് പറഞ്ഞതിൽ കൂടുതൽ വേറെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ജീവൻ പാടി തുടങ്ങിയപ്പോൾ തന്നെ ഞാനൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത പടത്തിൽ ജീവനൊരു പാട്ട് തരണമെന്ന്. ഞാൻ ഫസ്റ്റ് എഴുതിയ അതാണ്. അപ്പോൾ സാറത് ആദ്യം പറഞ്ഞു. അതെന്താണെന്ന് അറിഞ്ഞില്ലപ്പോൾ ആയിരിക്കും സാറിൻ്റെ മനസ്സിൽ തോന്നിയോണ്ടായിരിക്കും എൻ്റെ മനസ്സിലത് തോന്നിയത്. അപ്പോൾ അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാഴ്ചക്കുള്ളിൽ നമുക്കത് പാടാം. തീർച്ചയായിട്ടും രഞ്ജിനി ജീവൻ ആർക്കും ചെലവ് ചെയ്യും ഈ ഒരു സിറ്റുവേഷനിൽ. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ്. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബട്ട് എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുന്നത്. ജോസ്കോ സൂപ്പർ സ്റ്റാർ ദി അൾട്ടിമേറ്റിന്റെ ഈ ഒരു വേദിയിൽ ഇവിടെ ജീവൻ നിൽക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലേ ഈശ്വരന്റെ ഒത്തിരി കടാക്ഷമുണ്ട്. സാറിന്റെ അനുഗ്രഹമാണ് അദ്ദേഹം. മോർ ഓവർ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഗ്രഹമാണ്. അദ്ദേഹം പറഞ്ഞ പാട്ട് തരാന്ന് പറഞ്ഞില്ലേ, സാറിന്റെ അനുഗ്രഹമാണ്. ജീവൻ എന്താ പറയാനുള്ളത്? സ്കോറിലേക്ക് പോകുന്നതിന് മുമ്പ് ജീവൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. കാരണം ഈ ഒരു സോങ് പാടുമ്പോൾ തന്നെ ശരത് സാർ കുറിച്ചിട്ടുണ്ടായിരുന്നു. സോങ് കേട്ട് കഴിഞ്ഞിട്ട് MSV സാർ സംഗീതത്തിന്റെ കുലപതിയിൽ നിന്ന് തന്നെ ഇങ്ങനൊരു വാക്ക് കിട്ടി. 2 പാട്ടുകൾ. എന്ത് പറയുന്നു ജീവൻ? അതും ശരത് സാറിന് ഒരാഴ്ചക്കുള്ളിലാണ് പാടാൻ പോകുന്നത്. എന്താ പറയണമെന്നറിയില്ല. MSV സാറിന് മുമ്പേ പാടാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യം. സാറിൻ്റെ വായിൽ നിന്ന് ഒരു ചാൻസ് തരാമെന്ന് പറഞ്ഞാൽ അതിലും വലിയ ഭാഗ്യം. സാറിൻ്റെ തീർച്ചയായിട്ടും ജയചന്ദ്രൻ സാർ പറഞ്ഞ പോലെ MSV സാറിൻ്റെ അനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശരത് സാറിൻ്റെ ഒരു ശരത് സാറിന് അങ്ങനെ തോന്നിപ്പിച്ചതല്ലേ? എക്സാക്ട്ലി. യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ജീവൻ. ബട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോസ്കോ സൂപ്പർ സ്റ്റാർ ദി അൾട്ടിമേറ്റിന്റെ ഈ വേദിയിൽ നമ്മളെല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനത്തിന്റെ നിമിഷമാണ്. കൺഗ്രാറ്റ്സ്. ഇനി സ്കോറിലേക്ക് പോകാം അല്ലേ? മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. സ്കോറ് ജീവൻ ഇനി സ്കോറിന്റെ കാര്യം വിട്ടു നിൽക്കുകയാണ്. ബട്ട് ഇനിയോ നമുക്ക് ചോദിക്കാം. 50 ജീവന്റെ മാർക്കാണ് നമുക്ക് അറിയേണ്ടത്. ശരത് സാർ ഔട്ട് ഓഫ് 25 25 എത്ര മാർക്കാണ്? 23 മാർക്സ്. 23 out of 25. താങ്ക് യു ശരത് സാർ. ജയചന്ദ്രൻ സാർ ഔട്ട് ഓഫ് 25 23.5. Thank you so much Jayachandran sir. So your total score becomes 46.5 out of 50. 46.5 മാർക്കാണ് ജീവന്റെ ഈ പെർഫോമൻസിനായിട്ട് ജഡ്ജസ് നൽകിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ജീവന്റെ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം ജീവന് സ്കോറൊന്നും ജീവൻ കേട്ടിട്ടില്ല, ബാക്കിയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ജീവൻ വേറൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ബട്ട് എനിയോ എല്ലാം നല്ലതിനാകട്ടെ. ഓക്കെ, നല്ലൊരു തുടക്കമാകട്ടെ ഇത്. രഞ്ജിനി, താങ്ക് യു സോ മച്ച്. എന്താണ് രഞ്ജിനിക്ക് പറയാനുള്ളത്? എൻ്റെ കൂടെ പാടിയ ഒരു കണ്ടസ്റ്റന്റ് ഇത്രയും മനസ്സ് നിറയുന്ന ഒരു മൊമെന്റ് ഞാൻ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഐ ഫീൽ റിയലി ഹാപ്പി. You have that emotion. Thank you Ranjini. So thank you so much.